എക്സ്ക്യൂസ് മീ സർ. യെസ്. സേതുരാമയ്യർ. അതെ. ഞാൻ സായികുമാർ, CBI ജോയിന്റ് ഡയറക്ടർ ആയിരുന്ന മിസ്റ്റർ പണിക്കരുടെ നെഫ്യൂ. ഓ, IPS അല്ലേ? യെസ് സർ. മിസ്റ്റർ പണിക്കർ പറഞ്ഞിരുന്നു. സായിക്ക് ഇപ്പൊ എവിടെയാണ് ഡ്യൂട്ടി? അല്ല സർ, ഞാനിപ്പോ സ്പെഷ്യൽ ബ്രാഞ്ചില. ഒന്ന് ബാംഗ്ലൂർ വരെ പോവാ ഫ്രണ്ടിന്റെ മാരേജിന്. സാറെന്താ ഇവിടെ? ഞാൻ ഇങ്ങോട്ട് ഇപ്പൊ ട്രാൻസ്ഫർ ആയി. ആണോ സർ? എനിക്ക് സാറിനോട് ഒരു മാറ്റർ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. അമ്മാവൻ സാറിനോട് സൂചിപ്പിച്ചു എന്ന് പറഞ്ഞു. ആ യെസ്, ഐ റിമെമ്പർ. മിസ്റ്റർ പണിക്കർ പറഞ്ഞിരുന്നു സായിക്ക് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന്. യെസ് സർ, റിയലി എ ബിഗ് പ്രോബ്ലം. ഓഫീസിലേക്ക് വരൂ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് വരാം സർ. Okay, but make sure that I am there before you come. Sure sir, ഞാൻ വിളിച്ചിട്ടേ വരൂ. All right. സായി ബാംഗ്ലൂരിൽ നിന്ന് എത്തി? ഇന്നലെ സർ. ഇരിക്കെ. താങ്ക് യു സർ. എന്തോ ഉണ്ടല്ലോ സായിയുടെ മനസ്സിൽ. ഉണ്ട് സർ. തുടങ്ങാനാണോ പ്രശ്നം? നോ ഫോർമാലിറ്റീസ്, യു ക്യാൻ സ്റ്റാർട്ട്. അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം സാറിനോട് ഡിസ്കസ് ചെയ്യാനുള്ളത്. സാർ അത് കേട്ടാൽ മാത്രം പോരാ, ഒരു സൊല്യൂഷൻ കൂടെ ഉണ്ടാക്കണം. ആദ്യം കേൾക്കട്ടെ. അനിത, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. ഒരു കമ്പനി എക്സിക്യൂട്ടീവാ. അനിതയുടെ വീട്ടുപേര് അണിമംഗലം. ആ കുടുംബവുമായി എനിക്കൊരു ഡിസ്റ്റന്റ് റിലേഷൻ ഉണ്ട്. ഉദ്ദേശം 4 വർഷം മുമ്പ് അവിടെ ഒരു മരണം നടന്നു. ആ കുടുംബവുമായി ബന്ധമുള്ള കുട്ടിയല്ല, 3-4 ദിവസം താമസിക്കാൻ വന്ന ഒരു ബ്രാഹ്മൺ കുട്ടിയാ മരണപ്പെട്ടത്. ഹർ നെയിം വാസ് മൈഥിലി. എങ്ങനെയോ കാല് തെറ്റി സ്റ്റെപ്പിൽ നിന്ന് വീണപ്പോഴുണ്ടായ ആക്സിഡന്റൽ ഡെത്ത് ആണെന്നൊരു പക്ഷം. അല്ല, എന്തോ കണ്ട് ഭയന്ന് ഓടുമ്പോൾ വീണതാവാം എന്നൊരു പക്ഷം. അതുമല്ല, ഏതോ സൂപ്പർ നാച്ചുറലിന്റെ ഭൂതം, പ്രേതം, പിശാച്ച്, സംതിങ് ലൈക്ക് ദാറ്റ്, അതിന്റെ ഇൻഫ്ലുവൻസ് ആണോ മരണത്തിന്റെ കാരണം എന്നൊരു പക്ഷം. സായി ഏത് പക്ഷത്താ? ഒന്നിലും ഞാൻ വിശ്വസിക്കില്ല സർ. ഐ തിങ്ക് ഇറ്റ് വാസ് എ പ്രീ മെഡിറ്റേറ്റഡ് മർഡർ. എന്തായിരുന്നു അന്വേഷിച്ച പോലീസിന്റെ ഒപ്പീനിയൻ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തായിരുന്നു? ശക്തമായ വീഴ്ച മൂലം ഉണ്ടായ ഹെഡ് ഇഞ്ചുറി, അതാണ് മരണകാരണം. പോലീസിന്റെ അന്വേഷണം എവിടെ എത്തിയില്ല. പുറത്തു പറഞ്ഞില്ലെങ്കിലും മരണത്തിന് പിന്നിൽ ഏതോ പ്രേതോ പിശാചോ ആണെന്ന പോലീസ് വിശ്വസിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പോലീസ് പ്രോപ്പറായിട്ട് അന്വേഷിച്ചിട്ടില്ല, അല്ലെങ്കിൽ അന്വേഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെന്താ അങ്ങനെ? പറയാം സർ. സംഭവത്തിന്റെ അടുത്ത ദിവസം ഞാൻ അണിമലത്ത് പോയിരുന്നു. എന്റെ ഐഡന്റിറ്റി ഒന്നും വല്ല ഡിവൈഎസ്പിയോട് പറയാൻ നിൽക്കണ്ട സാർ. സുധീരൻ സാറേ, ചായ. ഈ DYSP ധനപാലൻ ആളെങ്ങനെയാ? ഇപ്പൊ വരും, അപ്പൊ അറിയാം. സുധീരൻ, ലോക്കൽ SI ആണ് സാർ. ഇതാരാ? ഞാൻ സായികുമാർ. ഇവിടത്തെ ഒരു ബന്ധുവാണ് സാർ. ഓ, ഇവരൊക്കെ? ഇത് ശങ്കരേട്ടൻ, ഇവിടുത്തെ കാരണവരാ. ഇത് ഡോക്ടർ കൃഷ്ണൻ നായർ, അളിയൻ അനിയത്തിയുടെ ഭർത്താവാ. ഇതോ? ഇതെന്റെ അടുത്ത സുഹൃത്ത് ഡോക്ടർ ബാബു, നാഷണൽ ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥനാ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ? കഴിഞ്ഞു. ബോഡി പെൺകുട്ടിയുടെ പേരൻസിന് വിട്ടുകൊടുത്തു. അതിന്റെ സംസ്കാരവും കഴിഞ്ഞു. ബോഡി കിടന്നത് എവിടെയാ? അകത്ത്, സ്റ്റെപ്പിന് താഴെ. ബോഡി കിടന്നതിന്റെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുത്തിട്ട് സാർ ഡീറ്റെയിൽ ആയി എടുത്തിട്ടുണ്ട്. വീട്ടിലെല്ലാവരുടെയും മൊഴി എടുത്തു സാർ.
ഒന്ന് തുറക്കണമല്ലോ. അത് പൂജാമുറിയാ. പരദൈവങ്ങളുടെ വാളും ചെലമ്പും തിരുവാഭരണങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം. തുറക്കണം. അതിങ്ങെടുത്തോ സാർ തിരുവാഭരണമാണ് സാർ. കൈസർ, എന്താടോ പട്ടി പട്ടി? പട്ടി എന്തിനാടോ ഇങ്ങനെ കുരയ്ക്കുന്നേ? കൊരക്കല്ല സാർ, ഇതിന് ഓളിയിടുക എന്ന് പറയാ. അയ്യോ, പോലീസ് പട്ടി എന്തിനാടോ ഓളിയിടുന്നേ? മറ്റേത് കണ്ട ഏത് പോലീസ് പട്ടി ഓലി? എന്ത് മറ്റേത്? പ്രേതം. പ്രേതോ? ഭഗവാനെ! ഇൻട്രസ്റ്റിംഗ്. എന്നിട്ട് ഈ ഡിവൈഎസ്പി ധനപാലൻ ഇപ്പോഴും സർവീസിലുണ്ടോ? ഉണ്ട് സർ. പിന്നീടും ആ കുടുംബത്തിൽ പല ദുർനിമിത്തങ്ങളും നടന്നു. പലർക്കും നിലച്ചിരിക്കാതെ ആക്സിഡന്റ്സ്, അസുഖങ്ങൾ, ദുർമരണങ്ങൾ, വിവാഹ മുടങ്ങൽ, അങ്ങനെ പലതും. സായിയുടെ വിവാഹം നടന്നോ? ഇല്ല സർ. കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങൾ തീർത്ത ശേഷം മതിയെന്ന അനിതയുടെ വീട്ടുകാരുടെ അഭിപ്രായം. അന്ന് ആ പോലീസ് പട്ടി പൂജാമുറിയിൽ കാണിച്ച വെപ്രാളം, ഇറ്റ് വാസ് ടെറിബിൾ. എന്താ സർ അതിന് കാരണം? മനുഷ്യർക്ക് കാണാൻ കഴിയാത്തത് പട്ടിക്ക് കാണാൻ കഴിയും എന്ന് പറയുന്നതിൽ വല്ല വാസ്തവമുണ്ടോ? സർ, ഇനി ആ വീട്ടുകാർ കാണാത്ത ജ്യോത്സ്യന്മാരില്ല, ചെയ്യാത്ത പൂജകളോ മന്ത്രവാദങ്ങളോ ഇല്ല. അവസാനം വളരെ ബുദ്ധിമുട്ടി ആ കാപ്ര വലിയനാരായണ വരെ കൊണ്ടുവന്നു. ആരായി കാപ്ര? കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ മന്ത്രവാദി. ആരെന്തൊക്കെ പറഞ്ഞാലും എന്റെ യുക്തിക്ക് വഴങ്ങാത്ത ഒന്നിനെയും സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ കാപ്രയുമായി എനിക്ക് വഴക്കേണ്ടി വന്നു. പക്ഷെ അതിന്റെ റിയാക്ഷൻ വളരെ ഹൊറിബിൾ ആയിരുന്നു സർ. ഇറ്റ് വാസ് എ നൈറ്റ് മെയർ. ഓർക്കുമ്പോ ഇപ്പോഴും ലിസ്റ്റിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ കരുതിയിട്ടില്ലേ? ആ കാക്കിയാണല്ലേ? IPS. ഇതിലൊക്കെ അല്പം വിശ്വാസം കുറവാ. അല്പം കുറവാ. കുറവാണെങ്കിൽ നമുക്ക് കൂട്ടിക്കളയാം. അങ്ങനെ കൂട്ടിയാ കൂടുന്ന ടൈപ്പ് അല്ല ഞാൻ. ഇതാണ് പ്രശ്നം. എവിടെ ചെന്നാലും ഇതുപോലൊരാളുണ്ടാവും. സാരമില്ല, എല്ലായിടത്തും മാറിയവർ ഇവിടെ മാറും. മാറ്റാം. കുറച്ചുകൂടിയൊക്കെ മര്യാദ ആവാം. നീ ചില്ലറയൊന്നുമല്ല ഇവനെ കൊണ്ട് കഷ്ടപ്പെടാൻ പോകുന്നത്. എന്റെ ചേച്ചി ലക്ഷ്മി, ചേച്ചിയുടെ മകള് മായ. ദോഷങ്ങളിലൂടെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ? തുടങ്ങുന്നത് എന്റെ സാമ്പിയായിലുള്ള അനിയത്തിയുടെ മകന്റെ മരണത്തിൽ നിന്നാണ്. അവധിക്ക് വന്നപ്പോ അവളുടെ മൂത്ത മകൻ മോഹൻ ഇവിടത്തെ കുളത്തിൽ മുങ്ങി മരിച്ചു. ഒന്നാം തരം നീന്തലറിയുന്ന പയ്യനായിരുന്നു. ചേച്ചിയുടെ ഭർത്താവ് അതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ട് മരിച്ചതും ഇവിടത്തെ ദോഷം കൊണ്ടാണ് ജ്യോത്സ്യന്മാര് പറയുന്നത്. അത് കഴിഞ്ഞാൽ
ഇതിനായി 2 ദിവസത്തെ അവധി ചെലവഴിക്കാൻ വന്ന പെൺകുട്ടി മൈഥിലിയുടെ മരണം. പിന്നെ അളിയന്റെ ഭാര്യ ഉഷ, അത് പിന്നെ കുറെ നാളായിട്ട് സൂക്കേടുകാരിയായിരുന്നു. അങ്ങനെ ഒരു സമാധാനം. ആ സൂക്കടിന്റെ കാരണവും ഇവിടത്തെ ദോഷം തന്നെ. ചുരുക്കി പറഞ്ഞാൽ ഇവിടത്തെ ദോഷം കൊണ്ട് ദുരിതവും ദുഃഖവും അനുഭവിക്കാത്ത ഒരാളും ഈ അണിമംഗലത്തില്ല. എവിടെയാണ് ആ പ്രശ്നമുള്ള മുറി? മുകളില. ഈ പൂട്ടും തുറക്കണമല്ലോ. വേഗം തുറക്കടോ. ഇവിടെ സൂക്ഷിച്ചിരുന്ന പരദൈവങ്ങളുടെ വാണും ചൂരലും മറ്റും ജ്യോത്സ്യന്മാര് പറഞ്ഞനുസരിച്ച് അമ്പലത്തിനകത്തേക്ക് മാറ്റി. മരിച്ച ആ പെൺകുട്ടിയുടെ ആത്മാവിന്റെ സാന്നിധ്യം ഇപ്പോഴേ മുറിക്കകത്തുണ്ടെന്നാ ജ്യോത്സ്യന്മാര് പറഞ്ഞേ. ആത്മാവല്ല, പ്രേതം. പ്രേതം എന്നാ ഈ അവസ്ഥയിൽ തന്നെ പറയാ. സാധനങ്ങളൊക്കെ മാറ്റിയെന്നല്ലാതെ ഈ മുറി ഒന്നിനും ഉപയോഗിക്കാറില്ല. അപ്പൊ ആ പ്രേതം ഇപ്പോഴും ഇതിനകത്തുണ്ട്. കാപ്ര വേണം അതിനെ ഒഴിവാക്കാൻ. നമ്മുടെ കാക്കി വന്നില്ലേ? സായി താഴെയുണ്ട്. ആ, അയാളെ ഒന്ന് വിളിക്ക. അവൻ അറിവില്ലാതെ എന്തോ പറഞ്ഞെന്ന് വെച്ച്. ഒന്ന് വിളിക്കടോ അയാളെ. ആ, എത്തിയോ?
ഒരു രാത്രിയിൽ ഈ മുറിയിൽ ഒറ്റയ്ക്ക് കഴിയാനാവോ തനിക്ക്? കഴിഞ്ഞാൽ താൻ ജയിക്കും. കൂട്ടിയാ കൂടുന്ന ടൈപ്പല്ല താൻ എന്ന് ഞാൻ സമ്മതിക്കും. കഴിഞ്ഞില്ലെങ്കിൽ തോക്കും. അല്പം കുറവാണെന്ന് പറഞ്ഞ് താനേ കൂടും, കൂട്ടിയാ കൂടുകയും ചെയ്യും. സമ്മതിച്ചു. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? വേണ്ടാത്തതിനൊന്നും നിക്കണ്ട. പ്രേത പിശാചുക്കളോടാ നിന്റെ കളി. എന്ത് കാര്യത്തിനാ സായി ഇത്? അറപ്പും വെറുപ്പും ഭയവും തോന്നിക്കുന്ന എത്ര ഡെഡ് ബോഡി കണ്ടിട്ടുണ്ട് ഈ കണ്ണുകൊണ്ട്. തിരിച്ചും മറിച്ചിട്ട് പരിശോധിച്ചിട്ടുണ്ട്. പിന്നെയല്ലേ ഒരിക്കലും കാണാത്ത ഭൂതപ്രേത പിശാചുക്കൾ. വേണ്ട സായി, പ്ലീസ്. ഞാൻ റെഡി. ഇത് ധൈര്യം. അയ്യോ കടവുളെ. സാർ സാർ ஐயா, സാർ ஐயா. അയ്യോ രക്തം. எங்கே? ഇപ്പോഴും സ്വന്തം അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നോ? തോറ്റെന്ന് സമ്മതിക്കുമൊന്നും വേണ്ട. പക്ഷെ ഈ മഹാപ്രപഞ്ചത്തിൽ നമ്മുടെ യുക്തിക്ക് അപ്പുറവും ചില കാര്യങ്ങളുണ്ടെന്ന് സമ്മതിക്കണം. അത് സമ്മതിക്കണമെങ്കിൽ സംഭവിച്ചത് എന്താണെന്ന് എനിക്ക് ബോധ്യപ്പെടണം. ഓർമ്മയില്ലാത്ത അവസ്ഥയിൽ എന്തെങ്കിലും സംഭവിച്ചതിനെ അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല. അംഗീകരിച്ചനെ ഇന്നലെ രാത്രി തന്നെ ശരിക്കും. പിന്നിവിടെ നടക്കുന്ന ചടങ്ങ് വേറെ ആയിരിക്കും. ഈ ജന്മത്തിവൻ നേരെയാവാൻ പോണില്ല. നീ വേറെ ആളാ നോക്കിയോ. ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഇന്നലെ രാത്രി ഈ മുറി കിടക്കാൻ പറഞ്ഞപ്പോ ഇത്രയും കൂടിയ സാധനമാണ് ഈ മുറിക്കുള്ളിൽ ഉള്ളതെന്ന് ഞാൻ കരുതിയില്ല. ഇയാളെ ഒന്ന് പേടിപ്പിക്കാം, അതോടെ ആള് പുറത്തേക്ക് ആടും എന്നേ കരുതിയുള്ളൂ. കർമ്മം ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞു. കർമ്മം നടക്കും, ബാധകൾ ഒഴിയും, എനിക്ക് കൈ നിറയെ കാശും വരും. പക്ഷെ പോയ ദോഷങ്ങളൊക്കെ വീണ്ടും വരും. ആ പെണ്ണ് അങ്ങനൊന്നും ഇവിടുന്ന് പോവില്ല. ഒഴിപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങളെ വഞ്ചിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പറയാണ്. എന്തിനാ ഈ മാരണത്തെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നത്? അങ്ങ് കൊടുത്തുകൂടെ? എന്തു കൊടുത്തൂടെന്ന്? ഈ നശിച്ച വീടും സ്ഥലവും എന്തെല്ലാം ദുഃഖവും ദുരിതവുമാണ് നിങ്ങൾക്ക് തന്നോണ്ടിരിക്കുന്നത്. എന്നിട്ടും വേണോ? വളരെ പൊട്ട ചീത്ത സാധനമായിടോ ആ പ്രേതം. ഇപ്പോ ഇയാടെ കാല് പൊട്ടി രക്തം കണ്ടില്ലേ? അതൊരു സൂചനയാണ്. എന്റെ കാര്യം പോട്ടെ, ഇവിടെ പലരും രക്തം ഛർദ്ദിക്കാൻ പോവാണ്. റിസ്ക് എടുക്കണോ? ഇനി ഒരു റിസ്ക് എടുക്കാൻ വയ്യ. മറ്റൊരു മാർഗവും ഇല്ലേ? ഒരുപാട് ആലോചിച്ചിട്ടാ ഞാനിത് പറയുന്നത്. വിറ്റുകളാ കിട്ടുന്ന വിലക്ക്.